ആന മനുഷ്യനെ ചവിട്ടിക്കൊന്നതും മനുഷ്യൻ ആനയെ ഉപദ്രവിച്ചതുമായ നിരവധി വാർത്തകളാണ് നാം ഓരോരോ ദിനവും കേൾക്കുന്നത്. ഇത്തരം അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകൾക്കിടയിൽ അക്രമകാരികളായ ആനകളെ തുരത്താൻ തേനീച്ചപ്പടയെ ഉപയോഗിച്ചതിനെക്കുറിച്ചാണ് 123 ഫാക്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. കാട്ടിൽ ജീവിക്കുന്ന ആനയും നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യനുമടക്കം എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. എന്നാൽ വനാതിർത്തി ഗ്രാമങ്ങളിൽ ആനകളുടെ ആക്രമണം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നതും കൃഷിനാശവും ആളെക്കൊല്ലിയാകുന്ന ആനകളും ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതും ആശങ്കാജനകമാണ്. അതിർത്തി കടന്നെത്തുന്ന ആനകൾക്ക് സൗരോജവേലികൾ ഫലപ്രദമല്ലെന്നാണ് ഓരോ ദിനവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശാശ്വത പരിഹാരമാണ് വൈദ്യുത വേലിയേക്കാളും ചെലവ് കുറഞ്ഞ വരുമാനമുണ്ടാക്കിത്തരുന്ന ജൈവവേലികൾ. ഇവിടെയാണ് നാം ആനയും തേനീച്ചയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്കൊന്ന് ആഫ്രിക്കയിലേക്ക് പോകാം. നിലവിൽ കേരളത്തിൻ്റെതേക്കാളും കാട്ടാന ശല്യത്താൽ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആഫ്രിക്കയിലെ കർഷകരും നാട്ടുകാരും. അതിനിടയിലാണ് ഇതിന് പരിഹാരം കുറിക്കാൻ സേവ് ദി എലിഫൻസ് ഓർഗനൈസേഷനിൽ നിന്നും ഡോക്ടർ ലൂസി കിങ് അവർക്കരികിലേക്ക് എത്തിയത്. കാട്ടാന ശല്യത്തെക്കുറിച്ച് വിശദമായി പഠിച്ച ഡോക്ടർ ലൂസി കിങ് ആനകൾക്കും മനുഷ്യർക്കും ദോഷമാകാത്ത രീതിയിൽ ആനകളെ എങ്ങനെ തുരത്താമെന്ന് പഠിക്കാൻ തുടങ്ങി. ആ ഇടയിലാണ് ചില വഴികളിലൂടെ ആനകൾ സഞ്ചാരം നടത്തിയത് ലൂസി ശ്രദ്ധിക്കുന്നത്. ഇതിനെക്കുറിച്ച് പരിസരവാസികളോട് അന്വേഷിച്ചപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്. ചില വഴികളിലൂടെയല്ല, ചില മരങ്ങൾക്കിടയിലൂടെയാണ് ആനകൾ സഞ്ചരിക്കാത്തത്. ആ മരങ്ങളെന്ന് വെച്ചാൽ തേനീച്ചകൾ കൂടുകെട്ടിയിട്ടുള്ള മരങ്ങൾ. ശരിക്കും തേനീച്ചകളെ ആനകൾക്ക് പേടിയാണ്. അവയുടെ വല്ലാത്ത മൂളലും കുത്തുകിട്ടിയാലുള്ള അസഹനീയമായ വേദനയും ഭയന്ന് ആനകൾ തേനീച്ചകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങളിലേക്ക് പോകാറില്ല. ഈ സാധ്യതയെ ആനകളെ തുരത്താനും കർഷകർക്ക് പുതിയൊരു വരുമാന മാർഗം തുറന്നുകൊടുക്കാനും ഡോക്ടർ ലൂസി തീരുമാനിച്ചു. അങ്ങനെ അവരുടെ നേതൃത്വത്തിൽ ആനക്കൂട്ടം കൃഷിയിടങ്ങളിലേക്ക് സ്ഥിരമായി എത്തുന്ന പാതകളിൽ നിരവധി തേനീച്ചപ്പെട്ടി നൂൽക്കമ്പികൾ കൊണ്ട് വേലികളിൽ സ്ഥാപിച്ചു. ആനകൾ വേലി കടന്ന് നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ കമ്പിയിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ അനക്കത്തിൽ തേനീച്ചകൾ മൂളുവാൻ തുടങ്ങി. തേനീച്ചകളുടെ മൂളൽ കേട്ടതേ ആനകൾ വന്ന വഴി തന്നെ ഓടാൻ തുടങ്ങി. ചില ആനകൾക്ക് കണക്കിന് കുത്തും കിട്ടി. അങ്ങനെ കർഷകർക്ക് ഭീഷണിയായ ആനകളെ തുരത്താൻ കർഷകരുടെ അറിവുകളെ തന്നെ ഡോക്ടർ ലൂസി പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവന്നത് ലോകശ്രദ്ധയെ തന്നെ ആകർഷിച്ചു. നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചു. ആനകളെ തുരത്താൻ തേനീച്ച വേലി പ്രയോഗം ലോകം പകർത്താനും തുടങ്ങി. ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിലും തേനീച്ചയുടെ കുത്ത് ആനകൾക്ക് പേടി സ്വപ്നവും മൂളൽ അവയ്ക്ക് അലോസരവുമാണ്. തുമ്പിക്കൈയിലോ മറ്റോ തേനീച്ച കുത്തേറ്റാൽ അസഹനീയമായ വേദനയാണ് ആനകൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ തേനീച്ചകളുടെ ശബ്ദം 1 കിലോമീറ്റർ അകലെ നിന്ന് പോലും ആനകൾ തിരിച്ചറിയുകയും ഗതിമാറിപ്പോവുകയും ചെയ്യും. തേനീച്ചകളുടെ ആക്രമണത്തിൽ ആനകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. ഇക്കാരണത്താൽ എപ്പിസിനത്തിൽപ്പെട്ട തേനീച്ചകളുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കിയാണ് ആനകൾ സഞ്ചരിക്കുക. ഈ പ്രകൃതി നിയമമാണ് ആനകളെ തുരത്താൻ ഡോക്ടർ ലൂസി കിങ് പ്രാവർത്തികമാക്കിയത്. ആനയുടെ ഉപദ്രവമുള്ള സ്ഥലങ്ങളിൽ സൗരോജവേലിക്ക് സമീപം അങ്ങിങ്ങായി ആനകൾക്ക് കടന്നുവരാൻ കഴിയാത്ത അത്ര അകലത്തിൽ എപ്പിസിനത്തിൽപ്പെട്ട തേനീച്ചകളുടെ കോളനികൾ കെട്ടിത്തൂക്കുകയും ആനകൾ വേലി കടന്നു വരുമ്പോൾ തന്നെ തേനീച്ചക്കണികൾ അവയെ തുരത്തി ഓടിക്കുകയും ചെയ്യും. ഈ ജൈവക്കണി വെക്കുന്നതിലൂടെ കർഷകർക്ക് ഒരധിക വരുമാനവുമാകുന്നു. ഏഷ്യയിൽ വ്യാപകമായിട്ടുള്ള ഈ വിദ്യ കർണാടകയിൽ വിജയകരമായി നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിലും നടപ്പിലാക്കാൻ സർക്കാർ പദ്ധതിയിടുന്നുമുണ്ട്.